മിഡിൽ ഈസ്റ്റ് കാലങ്ങളായി സംഘർഷത്തിന്റെ മറ്റൊരു പേരായി അറിയപ്പെടുന്ന പ്രദേശം. ഇവിടുത്തെ മണ്ണിൽ യുദ്ധത്തിന്റെ ഗന്ധം എന്നും നിറഞ്ഞു നിന്നിരുന്നു. ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും സന്ധിക്കുന്ന ലോകത്തിന്റെ ഈ ഹൃദയഭാഗം പെട്രോൾ രാഷ്ട്രീയത്തിന്റെ തീക്കനലുകളും മതജാതി സംഘടനകളുടെ സംഘർഷവും സൈനിക ഇടപെടലുകളുടെ പ്രത്യാഘാതവും എല്ലാം ചേർന്ന് സ്ഥിരമൊരു കലഹത്തിന്റെയും ഭീതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ലോക ഭൂപടത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഏഷ്യയുടെ വലിയൊരു ഭാഗവും ചെറിയൊരു ഭാഗം യൂറോപ്പും ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളും ചേർന്നതാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രദേശം. ഒപ്പം തന്നെ എണ്ണ സമ്പത്ത്, ജിയോ പൊളിറ്റിക്കൽ മത്സരങ്ങൾ, മതപരമായ ഭിന്നതകൾ ഇവയുടെയെല്ലാം ഒരു സംഗമ സ്ഥാനം കൂടിയാണ് ഈ പ്രദേശം. അതിനാൽ ചരിത്രപരമായി തന്നെ ഈ ഭൂമി ഒരിക്കലും ശാന്തമാകാതെ ഒരു ആളിക്കത്തലിന്റെ വക്കിലാണ് എപ്പോഴും നിലകൊള്ളുന്നത്. സംഘർഷങ്ങൾ ഇവിടെ അത് ഒരിക്കലും അവസാനിക്കുവാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും അടുത്ത തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഖത്തറിന് ശേഷം അടുത്തതായി ടർക്കിയെ ആക്രമിക്കുവാൻ പദ്ധതിയിടുന്നു. നമുക്കറിയാം, ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തുമെന്നത്. പക്ഷേ അവരത് ചെയ്തു. അതിരുകളെല്ലാം ലംഘിച്ച് ഇസ്രായേൽ വളരെയധികം മുന്നോട്ട് പോയി. ഖത്തറിനെ പോലൊരു രാജ്യത്തെ ആക്രമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ടർക്കിയെ ആക്രമിച്ചുകൂടാ? ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് ടർക്കി ആകുമോ എന്ന ആശങ്ക ഈ ഒരു ആക്രമണത്തിന് ശേഷം ഏതാണ്ട് യാഥാർത്ഥ്യമാകുവാൻ പോകുകയാണ്. ടർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയിൽ നിലവിൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉടലെടുത്തിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഉത്തരവ് പ്രകാരം എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടാം. അതിന്റെ വലിയൊരു സൂചനയും ഇതിനകം തന്നെ നെതന്യാഹു നൽകിയിട്ടുണ്ട്. Because if you don't, we will. ഭീകരവാദികൾ അതെവിടെയായാലും അവരെ ഇല്ലാതാക്കുമെന്ന്, എവിടെയെല്ലാം പോയി ഒളിച്ചാലും ഇസ്രായേൽ അവരെ തേടിപ്പിടിച്ച് തീർത്തിരിക്കുമെന്ന് ഹമാസിന്റെ സൈബർ ഡിവിഷൻ നേതാക്കൾക്ക് ടർക്കിയാണ് അഭയം കൊടുത്തിരിക്കുന്നത് എന്നത് ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ്. മാത്രമല്ല, 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേൽ കായിക താരങ്ങളെ കൊന്ന ഭീകരരെ വിവിധ രാജ്യങ്ങളിൽ പോയി തെരഞ്ഞുപിടിച്ച് മൊസാദ് ഇല്ലാതാക്കിയ ഇസ്രായേലിന്റെ പൂർവ്വകാല ചരിത്രത്തെ കൂടി ഇദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ തങ്ങളെ ആക്രമിച്ച ശേഷം ടർക്കിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീവ്രവാദികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഏത് രാജ്യത്തെയും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ടർക്കി ഒരു നാറ്റോ രാജ്യമാണ്. ടർക്കിയെ ആക്രമിച്ചാൽ ആർട്ടിക്കിൾ 5 പ്രാബല്യത്തിൽ വരും. അങ്ങനെ സംഭവിക്കുന്നതോടെ നാറ്റോ ഇസ്രായേലിനെതിരായി തിരിയുമോ? അമേരിക്ക സമേതം ശക്തരായ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നാറ്റോയ്ക്ക് മുമ്പിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കുവാനാകുമോ? നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനകം തന്നെ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ മൊത്തം 6 രാജ്യങ്ങളെ ഇപ്പോൾ ഇതുവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം പലസ്തീൻ, അതിൽ ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്നു. കൂടാതെ ലെബനോൻ, സിറിയ, യമൻ, ഇറാൻ, ദാ ഇപ്പോൾ ഖത്തറും. ഇനി 7ാമത്തെ രാജ്യം അതിവിടെ ടർക്കി ആകുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. I didn't hear a great cry of wrongdoing to these countries. Even though they weren't harboring terrorists, the terrorists were there. Okay, they didn't even harbor them, as is the case in other cases. The terrorists happened to be on that soil, and we acted, which is what democracies do, including the leading democracy, when they have the ability to target terrorists to threaten their civilians. So this is a principle we established. It's a principle we follow. It hasn't changed. ഈ പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹു US സെനറ്റർ, അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മാർക്കോ റൂബിയോയ്ക്കൊപ്പം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞതാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ 1972 ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ തീവ്രവാദികൾ ഇസ്രായേലി കായിക താരങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. അതിന് പകരമായി ആ ഭീകരർ ഒളിച്ചിരുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി അവരെ തേടിപ്പിടിച്ച് മൊസാദ് ഒന്നൊന്നായി വകവരുത്തി. എന്നാൽ അതേസമയം ആ രാജ്യങ്ങളോടൊന്നും എനിക്കൊരു ശത്രുതയുമില്ല. രാജ്യങ്ങൾക്കുള്ളിൽ കടന്നാണ് തീവ്രവാദികളെ വകവരുത്തിയത് എങ്കിലും ആ രാജ്യങ്ങളോട് ഞങ്ങൾക്ക് ശത്രുതയില്ല, നെതന്യാഹു വ്യക്തമാക്കുന്നു. കാരണം ചിലപ്പോഴൊക്കെ അവർക്ക് പോലും ഇത്തരത്തിൽ ഭീകരർ അവരുടെ രാജ്യത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്ന് അറിവുണ്ടായിരിക്കില്ല. എല്ലാ കേസുകളിലും അത് ആ രാജ്യം അവർക്ക് സംരക്ഷണം നൽകുന്നതായിരിക്കണമെന്നില്ല. ചില കേസുകളിൽ രാജ്യത്തിന് പോലും അറിയാതെ ഭീകരർ അവിടെ ഉണ്ടാകും. അതിനാൽ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അത്തരത്തിൽ ഇസ്രായേലിന് മറ്റൊരു രാജ്യത്ത് ചെന്ന് ആ ഭീകരരെ ആക്രമിക്കുവാനുള്ള പൂർണ്ണ അവകാശമുണ്ട് എന്നാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹമാസ് എന്ന തീവ്രവാദി സംഘടനയുടെ നേതാക്കളെല്ലാം ഖത്തറിലായിരുന്നു. എന്നാൽ ഹമാസിന്റെ സൈബർ വിഭാഗത്തിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ടർക്കിയിലാണ് ഇപ്പോഴും ഒളിച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഇസ്രായേൽ ഇതേപ്പറ്റി പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. അവരെ ഇപ്പോൾ ഇല്ലാതാക്കുവാൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിൽ ഇസ്രായേൽ തീവ്രവാദികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഏത് രാജ്യത്തെയും ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. USA ഫോറിൻ സെക്രട്ടറിയെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വരാൻ പോകുന്ന ആക്രമണത്തെപ്പറ്റി നെതന്യാഹു ഒരു വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. വേണമെങ്കിൽ ഇസ്രായേലിന് നാളെ തന്നെ ഒരു ആക്രമണം നടത്തി അവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ആളുകളെ കൊലപ്പെടുത്തുവാൻ കഴിയും.
കഴിയുമെന്ന്. അത് തന്നെയാണ് ടർക്കിയെ ഇപ്പോൾ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നതും. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ മാത്രമായി ഇപ്പോൾ ടർക്കിയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കിയാൽ ടർക്കിഷ് എയർഫോഴ്സിന്റെ പക്കൽ F-16 ഫൈറ്റർ ജെറ്റുകളും ഏതാനും പഴയ F-4 യുദ്ധവിമാനങ്ങളും മാത്രമാണുള്ളത്. ഇസ്രായേലിന്റെ ഒരു മിന്നൽ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ തക്കതായ പുതിയ തലമുറയിലെ യുദ്ധവിമാനങ്ങളൊന്നും ഇവരുടെ പക്കലില്ല. എയർ ഡിഫൻസ് സിസ്റ്റവും അത്ര ശക്തമല്ല. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലിന് ടർക്കിയെ ആക്രമിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ടർക്കി ഇപ്പോൾ ഹൈ അലേർട്ട് മൂഡിലാണ്. അതിനാൽ സാധ്യത ഇപ്പോൾ ഇസ്രായേൽ ഡിലേ ചെയ്തുള്ള ഒരു സ്ട്രൈക്ക് നടത്തുവാനാണ്. ഖത്തർ ആക്രമണത്തിന് ശേഷം ടർക്കി ഇപ്പോൾ അങ്ങേയറ്റം അലേർട്ട് മൂഡിലാണ്. അലേർട്ട് മൂഡിലുള്ളപ്പോൾ അവരുടെ F-16കൾ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. ഇവരുടെ ചില ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും പ്രവർത്തനമായിരിക്കും. അതിനാൽ മറ്റു രാജ്യങ്ങളിൽ പോയി ആക്രമിച്ചതുപോലെ ഇസ്രായേൽ ഇപ്പോൾ തന്നെ ടർക്കിയെ കയറി ആക്രമിക്കുവാൻ സാധ്യതയില്ല. അത് മണ്ടത്തരമായിരിക്കും. അലേർട്ട് മോഡ് ഇത്തരത്തിൽ നിലനിർത്തുവാൻ ചെലവ് കൂടുതലായതിനാൽ ടർക്കി അതിനെ സാവധാനം പിൻവലിക്കുമ്പോൾ അലേർട്ട് മോഡ് താഴുമ്പോൾ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുവാനാണ് സാധ്യത കൂടുതൽ. ശത്രുവിനെ പ്രതിരോധിക്കുവാൻ തക്കതായ ആയുധം കൈവശമില്ലെങ്കിൽ അതിനല്ലേ നാറ്റോയുള്ളത്. ടർക്കി ഒരു നാറ്റോ രാജ്യമായതുകൊണ്ട് ടർക്കിയെ ആക്രമിച്ചാൽ ആർട്ടിക്കിൾ 5 പ്രാബല്യത്തിൽ വരികയില്ലേ. ടർക്കി അതിനുവേണ്ടി ശ്രമിക്കുമെന്ന കാര്യം സത്യമാണ്. ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്ത വന്നയുടൻ ടർക്കി ആർട്ടിക്കിൾ 4 പ്രകാരം മറ്റ് നാറ്റോ രാജ്യങ്ങളെ വിളിച്ചു ചേർക്കും, നമ്മളുടെ മേൽ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം, US ഇത് തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ്, ഇസ്രായേലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലൈ എന്ന്. എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അമേരിക്ക അതിനെ തടയും. നാറ്റോ ഇസ്രായേലിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. എങ്കിലും ടർക്കി ഇവിടെ നാറ്റോ രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്യുവാൻ മാക്സിമം ശ്രമിക്കും. അവസാനമായി ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, മുസ്ലിം രാജ്യങ്ങളും OICയും ഒന്നിച്ചു ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കുമോ എന്നതാണ്. നമുക്കറിയാം, ഇസ്രായേൽ ഇപ്പോൾ ഈ റീജിയണിൽ പാകിസ്ഥാൻ ഒഴികെ മിക്ക പ്രധാന മുസ്ലിം രാജ്യങ്ങളെയും ലക്ഷ്യമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന നോക്കിയാൽ പാകിസ്ഥാനും വേണമെങ്കിൽ ആക്രമിക്കപ്പെടാം. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, തീവ്രവാദികൾ നിങ്ങളുടെ രാജ്യത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് രാജ്യമാണ് എന്നൊന്നും നോക്കില്ല, കേറി ആക്രമിക്കുമെന്ന്. പാകിസ്ഥാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ, തീവ്രവാദികളെ അടവച്ചു വിരിയിക്കുന്ന കേന്ദ്രമാണത്. ഭാവിയിൽ അത്തരത്തിൽ സംഭവിച്ചാൽ ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിച്ചു എന്നൊരു വാർത്ത വന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരിക്കില്ല. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരുമ്പോഴായിരിക്കും പാകിസ്ഥാൻ പോലും അത് അറിയുന്നത്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സ്ഥിതിഗതികൾ വളരെ അപകടകരമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ ഒരു പുത്തരിയല്ല എങ്കിലും സംഘർഷങ്ങൾ അതിന്റെ പീക്കിലാണ് ഇപ്പോൾ. ടർക്കിയും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനും സാധ്യതയുണ്ട് ഇവിടെ. ഇതേപ്പറ്റി ഈ വിഷയത്തിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.